ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ഗ്രോസറി ഷോപ്പിൽ നിന്നാട്ടോ. നമ്മളിപ്പോൾ അൽദിയിലാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ അതായത് ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറി പർച്ചേസിംഗ് ആണ് ഞങ്ങളുടെ ഗ്രോസറി പർച്ചേസിംഗ് ആണ് ഇന്ന് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? അതെ, ആക്ച്വലി നമുക്ക് ഒരു ഡേ ഇൻ ലൈഫ് പോലെ ബ്രേക്ക്ഫാസ്റ്റോട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എണീച്ചപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഞങ്ങൾ എല്ലാം കൂടെ കൂട്ടി അങ്ങ് രാവിലെ കഴിച്ചു അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇപ്പൊ ഇത് ഞങ്ങൾ രാവിലെ വന്നിരിക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പം എന്താ പറയാ, ഇനിയിപ്പോ നമുക്ക് നേരെ അകത്തേക്ക് കയറി നമുക്ക് എത്ര രൂപയാവും നോക്കാം. ജസ്റ്റ് ഇതൊരു തുടക്കം മാത്രം കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഗ്രോസറി തന്നെ കാണിക്കാം അല്ലെ. ഞങ്ങളിങ്ങനെ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് വരുമ്പോഴാണ് അൽദിയിൽ വരുന്നത്, അല്ലെങ്കിൽ അടുത്ത അസ്ദ ആയതുകൊണ്ട് അവിടെ നിന്നായിരിക്കും എപ്പോഴും. അസ്ദെന്നാണ് നമ്മള് ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 6 മാസമെങ്കിലും ആയി, 6 മാസത്തിന് മുകളിലായി എനിക്ക് അൽദി വന്നിട്ട് കുറെ ആയി. അപ്പൊ നമ്മളെപ്പോഴും അസ്ദ തന്നെയാണ് മേടിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ചധികം സാധനം മേടിക്കാനുള്ളതുകൊണ്ട് കുറച്ചധികം സാധനം വേണ്ടത് കൊണ്ടും നമ്മൾ അൽദിയിൽ വന്നതാണ്. ഇനി അധികം പറഞ്ഞ് കഥ പറയുന്നില്ല, നമ്മൾ നേരെ അകത്തേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ബനാനയിൽ തന്നെ അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. ബനാന നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ നല്ല കറക്റ്റ് ആയിട്ട് നല്ല പഴുത്ത ബനാന കിട്ടുന്ന വല്ലപ്പോഴേ ഉള്ളൂ. അസ്തേല് കുറവാ, അസ്തേല് എപ്പോഴും പെട്ടെന്ന് തീരും അല്ലേ. വാട്ടർമെലൻ എടുത്തോ. നിനക്ക് വേണോ? ഇഷ്ടായോ? ഇത് വേണ്ട എനിക്ക്. ഇത് ഡാഡിക്ക് വേണം, ഇത് മോൾക്ക് വേണം. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കിട്ടും, അതുകൊണ്ട് പണി എളുപ്പം അല്ലേ. അതേപോലെ ഇവിടെ വാളം പയർ ഉണ്ടാവാറുണ്ട്, ഇപ്പൊ അത് കാണുന്നില്ല. ഉണ്ടാവും എപ്പോഴും. ഇത് റെഡിക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പയറില്ലേ, അത് തോരൻ വെച്ച ഒരു ഫീലാ അത്. അല്ലേ ആമി? ഷോപ്പിങ്ങിന് വന്ന പിന്നെ ചിക്കൻ എടുക്കാതെ എങ്ങനെ പോകുന്നത് അല്ലേ. ഞാൻ കുറച്ച് കപ്പ വെള്ളത്തിലിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാ കപ്പ ബീഫ് മേടിച്ചാ പോരെ? ഉണക്ക കപ്പയ്ക്ക് ബീഫല്ലേ നല്ലത്? ആ, ഇത് ബീഫ് ഉണ്ടോ നല്ലത്? ഒരു ബീഫ് എടുക്കാം. അത് ആ ബ്രിസ്ക്കറ്റ് എടുത്തോ. ആ അതല്ലടി ബ്രിസ്ക്കറ്റ്. അതല്ലേ, ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പീസാട്ടെ. ഇത് എന്താ വേണ്ടേ? മൈക്രോൺസ് അവരെടുക്കൂല, വേറെ എടുക്കാം. അവർ വേറെ ഉണ്ട്. ആകെ വരണ്ടേ ഉള്ള. ആമി ടെൻഷൻ അടിച്ചിരിക്കുക അവിടെ എടുക്കുമെന്ന്. അല്ലടി ആമി, ഇതെങ്ങനെ ഇവിടെ ഓർത്തിരിക്കുന്ന അറിയത്തില്ലേ. ഇവിടെ അൽദിയിലെത്തി കഴിഞ്ഞാൽ അവർക്ക് ഇത് വേണം. ആക്ച്വലി ഇത് കൊള്ളാട്ടോ, 2 പൗണ്ടും കണ്ടേ ഉള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മളല്ലാതെ ഒറിജിനൽ മേടിക്കുവാണെങ്കിൽ ഏകദേശം 6 പൗണ്ട് 8 പൗണ്ട് അറേഞ്ച് വരും. ഇവിടെ ഇവിടെ വന്നപ്പോഴേ തുടങ്ങിയായിരുന്നല്ലോ. അതേപോലെ ഇത് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്നവരെ എടുക്കാൻ വേണ്ടി നോക്കുന്നത്. അയ്യോ എടുക്കല്ലേ. ആമി കോമഡി തന്നെ ആമിയുടെ കാര്യം. ഞാൻ എനിക്ക് വേണ്ടിട്ട് ജിഞ്ചർ നട്ട്സ് ബിസ്ക്കറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അബിയും ആമിയും അവർക്ക് വേണ്ടിട്ടുള്ള എടുക്കുവാണ്. ചോക്ലേറ്റിന്റെ ആൾക്കാരാണ്, ഡൈജസ്റ്റീവ് ആണ് എടുക്കുന്നത്. ഡൈജസ്റ്റീവ് ആണ് ഡാർക്ക് ചോക്ലേറ്റ്. ഞങ്ങൾ ചോക്ലേറ്റിന്റെ ആമി, നിനക്ക് ചോക്ലേറ്റ് ആണോ ഇഷ്ടം? ഡോണറ്റോ? ഓ ഇതോ. ആമിക്ക് ഇത് വേണം ആമി പറയുന്നത്. ഇതാണോ വേണ്ടേ? നാളെ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാ എടുത്തിരിക്കുന്നത്? സോസേജും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബേക്ക് ബീൻസും പിന്നെ ഒരു എഗ്ഗും മതി അല്ലേ. മഷ്റൂംസ്, എനിക്ക് മഷ്റൂംസ് ഇഷ്ടമാണ്. അബിക്ക് പക്ഷെ പറ്റൂല. ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളകൊക്കെ വേണ്ടേ? എടുത്തു. ഉള്ളി മറ്റേ വലിയ പാക്ക് ഇല്ലല്ലോ. ഈ ഉള്ളി വേണോ? വേണ്ട, എനിക്ക് അത് ഇഷ്ടമില്ല. ഉള്ളി ഇട്ട ഒരു ഫീല് കിട്ടുന്നുണ്ട്. അത് ഉള്ളി അങ്ങനെ നമ്മള് വഴട്ടുന്ന പോലെ അത് വഴട്ടാൻ പറ്റില്ല. അത് അങ്ങനെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു അടി. നാട്ടുകാരെയും കൂടെ അറിയിക്കല്ലേ ഉറക്കം തൂങ്ങി നോക്ക്. ഇത് അഭിനയാണേ. തക്കാളി വേണോ എനിക്ക്? പണ്ട് ആമി ഉണ്ടല്ലോ, പണ്ട് ആമി തക്കാളി കൊതിച്ചായിരുന്നേ. ഇപ്പൊ തിന്നാറില്ല. ഇപ്പൊ കുറവാ. വേണോ? വേണ്ട വേണ്ട. മിന്നു ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രോൺസിന്റെ എന്തായിരുന്നത് നിർവാണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് സ്പെഷ്യൽ റെസിപ്പിയാ. ഓക്കെ ഓക്കെ. അപ്പൊ ചിലപ്പോ വേണേ നമുക്ക് ഇനി അതിന്റെ ഒരു റെസിപ്പി നമുക്കും വേണേ ഷെയർ ചെയ്യാം. നമ്മളാക്കിയത് എങ്ങനെയാന്ന് അല്ലേ.
പിന്നെ ഭയങ്കര കുക്കാട്ടോ, ഭയങ്കര സെറ്റപ്പാണ്. അതില്ല, ഞാൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇടയ്ക്ക് ശരിയാവും. ഫസ്റ്റ് ആക്കിയാല് ഫസ്റ്റത്തെ ശരിയാ, അന്നേരം നീ മെനക്കെടും. രണ്ടാമതാകുമ്പോ നീ എന്നെ പ്രശ്നം അറിയോ, നീ മെനക്കെടൂല. ഈസി ആക്കിയ ഭയങ്കര ഈസിയാന്ന് വിചാരിച്ചിട്ടാക്കും, പക്ഷെ അത് കൊള്ളാവും ചെയ്യും. ഇവിടെ ഒരാളെ നോക്കിയേ, അത് അതിനകത്ത് താഴെ വെക്കടി വേണേ, ആരും എടുത്തോണ്ട് പോവില്ല. ഒരുപാട് വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ലല്ലേ. നമുക്ക് എന്റെ ഒന്നും ആവശ്യമില്ലപ്പാ. വേറെ എന്താ നോക്കുന്നത് നീ? മഷ്റൂം എല്ലാം കട്ട് ചെയ്തിട്ടിരിക്കും, എടുത്തോണ്ട് പോയാല്. അത് വേണ്ട, അത് വേണ്ട. നീ ബീൻസ് വേണേ അത് വേണേ മേടിച്ചോ. ബില്ല് ചെയ്ത് പുറത്തിറങ്ങിയ പാടെ ഇതേ ഒരാൾ ഇവിടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ എന്റെ മോളെ മുന്നിലാണേ. മമ്മിക്കും തരണം, അമ്മയ്ക്കും വെക്കണം ഒരെണ്ണം. ഓക്കെ, ഇത് ഇത്തവണ പറ്റുവാണെങ്കിൽ നാട്ടിലോട്ട് പോകുമ്പം കൊടുത്തു വിടണം. എല്ലാ തവണ ഇത് നാട്ടിലോട്ട് ആൾക്കാർ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിന്റെ സീസൺ കഴിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാറില്ല. ആമി ആമി എങ്ങനെ ഇരുത്തി ആമി ഇപ്പൊ ആമിയുടെ ഇരുത്തമല്ല നോക്ക് എങ്ങനെയാന്ന്. നോട്ടി, യു നോട്ടി. യമ്മിയാണോ? അമ്മിക്ക് ഏത് കളറാ തരുന്നേ? ഏത് കളർ? ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ലെന്ന്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഡാഡി തിന്നു. ഞാൻ ഓൾറെഡി തിന്നോ? അപ്പൊ അമ്മയ്ക്കോ? ഓക്കെ. ഇത് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി, നമുക്ക് 105 പൗണ്ട് ആട്ടായത്. ഇത് ഒരാഴ്ച എത്തത്തില്ല. ഇനി ഇതിനകത്തേക്ക് ഒരാഴ്ചക്ക് ഒരു 100 പൗണ്ടിന് സാധനം കൂടെ മേടിച്ചാലേ ഒരാഴ്ച ഓടത്തുള്ളൂ. ഇതിപ്പോ നമ്മുടെ അല്ലാണ്ട് നമ്മളിപ്പം വെക്കുന്ന അപ്പം, പുട്ടുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ പിന്നെയും പൈസ. പലഹാരത്തിന്റെ വേറെ, പിന്നെ പൊടികൾ വേറെ, അങ്ങനെ. ഇതിപ്പോ 2 ദിവസത്തേക്കുള്ള ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളെ മേടിച്ചോളൂ. നമുക്ക് ഇംഗ്ലീഷുകാരുടെ രീതി ആയാലോ? ഇംഗ്ലീഷുകാരുടെ രീതിയാ നല്ല. രാവിലെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അതാകുമ്പോ വലിയ ചെലവില്ല. അതുപോലെ നമ്മൾ ഫുഡ് വേസ്റ്റ് വെക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളാണ് ഈ ഫുഡ് വേസ്റ്റും ഭയങ്കര കൂടുതലാണ് നമുക്ക്. കാരണം ഈ പറഞ്ഞ പോലെ കറി വെച്ച അതിന്റെ സാധനങ്ങള്, ചോറ്, രാവിലെ ഒരു ആപ്പിള് തിന്ന, അല്ലെ ഒരു ഓറഞ്ച്, ഒരു ജ്യൂസ്, കുറച്ച് കഴിയുമ്പോ കുറച്ച് ബീൻസ്, 2 സോസേജ്. ഉച്ചക്ക് ഇതേപോലെ എന്തെങ്കിലും സാലഡ് ആക്കിയാൽ മതി. ഇത് ഭയങ്കര കൂടുതലാ. അതങ്ങനെ പറക്കി പറക്കി ഇടുന്ന കവർ അങ്ങനെ എടുത്ത് വെച്ചാ പോരെ. ശരിയാണല്ലോ, ഈ കവറിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. കവർ എടുത്ത കാര്യം പറഞ്ഞു. ഇത് ഞങ്ങള് എത്ര നാളായി നമുക്ക് ഈ കവർ കിട്ടിയിട്ട്? കുറെ നാളായല്ലേ, പക്ഷെ നല്ല വെർത്തായിരുന്നു ആ കവർ. വേറെ കാര്യമുണ്ട്, ഇത് അസ്റ്റേ പോയ 100 പൗണ്ടിന് ഇത്ര സാധനം കിട്ടത്തില്ല. അസ്റ്റേ പോയെങ്കിൽ 100 അല്ല, അസ്റ്റേ പോയ പകുതി പൈസക്ക് ഇത്ര ആവും. ഇതിപ്പോ 2 കവർ നിറച്ചു, സന്തോഷമായി എനിക്ക്. നല്ല ഡിക്കി നിറഞ്ഞെന്ന് പറയാൻ വേണമെങ്കില്. പക്ഷെ ഈ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുമ്പോ ഞങ്ങൾക്ക് ലിഡില് അല്ലെങ്കിൽ അൾഡിയാണ് കേട്ടോ ഇഷ്ടം. ഇതിപ്പോ എല്ലാവരുടെയും ചെലവല്ലാട്ടെ, ഒരാഴ്ചക്ക് നമുക്ക് നമ്മുടെ കാര്യം അതാണ് ഞങ്ങൾ കാണിച്ചു തന്നത്. ഇത്രയും സാധനം മേടിക്കും ഇങ്ങനെ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. ലക്ഷറി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്, നമ്മള് സാധാരണക്കാരനാണ്. അപ്പൊ സാധാരണ രീതിയാണ്. ലക്ഷറി ആയിട്ട് വേണമെങ്കിൽ വെയിറ്റ് റോസിലോ അവിടെയൊക്കെ പോയി മേടിച്ചാൽ മതി. ഇന്നലെ ഇട്ട വീഡിയോയിലെ ഒരാള് കമന്റ് ഇട്ടിരുന്നു, നമ്മളെ അതായത് പഠിച്ച ജോലി അന്വേഷിക്കുന്നില്ല, അല്ലെ കിട്ടുന്നില്ല, അല്ലെ അത് എടുക്കാൻ താല്പര്യമില്ല. ആക്ച്വലി ഞാൻ വന്ന സമയത്ത് തന്നെ ആ ജോലിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു, പലയിടത്തും മെസ്സേജ് അയച്ചു, അതിന് പുറകെ കുറെ നടന്നായിരുന്നു. പക്ഷെ അന്നേരം സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് എല്ലാരും പറയുന്നത്. അപ്പൊ സോഫ്റ്റ്വെയറിനെ കുറിച്ച് അത് പഠിക്കാൻ വേണ്ടി അതിന്റെ പുറകെ പോയപ്പം അതിന് ഏകദേശം ഒരു അത്യാവശ്യം നല്ലൊരു ഫീസ് ആവുന്നുണ്ട്. അപ്പൊ നിലവിലെ സാഹചര്യത്തിന് ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതി കൊണ്ടാണ് പിന്നെ ഞങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തത്. കാരണം നമ്മള് ഇവിടെ വന്നപ്പം നാട്ടിൽ കുറെ ബാധ്യത ഉണ്ടായിരുന്നു, അത് അടയ്ക്കണം. പിന്നെ പഠിക്കാൻ പോകാനുള്ള ടൈമും ഇല്ലായിരുന്നു. പഠിക്കാൻ പോകാൻ ടൈം പോയിട്ട് ജോലിക്ക് അന്നേരം ഈ പറഞ്ഞ വെയർ ഹൗസിലെ ജോലിക്ക് പോലും പോകാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ഞങ്ങള് ഇവിടെ എത്തി ആ ഒരു 1 ഇയറിനുള്ളിലായിരുന്നു എന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ്. ഇഷ്യൂ അല്ല അങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നീണ്ടു പോയി. ഇപ്പം ഒരുപാട് നീണ്ടു. പിന്നെ ഇപ്പൊ വീട് മേടിക്കണം എന്നുള്ളൊരു ബാധ്യത വന്നു. അപ്പൊ അതിന്റെ ബാക്കിലായി. അപ്പൊ ആ പഠിക്കാൻ പോക്കും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു ദിവസം സെറ്റ് ആവുന്നുള്ള പ്രതീക്ഷയിലാണ് അല്ലെ. അതെ. അപ്പം ഒരാളെ വിലയിരുത്തുമ്പോ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വിലയിരുത്താൻ. അങ്ങനെ ഇതേ ഞങ്ങള് വീട്ടിൽ പോയി ഗ്രോസറി എല്ലാം വെച്ച് കഴിഞ്ഞ് പാഴ്സൽ അയക്കാൻ വന്നു കേട്ടോ. അബി അങ്ങനെ പാഴ്സൽ അയക്കാൻ കയറിയിട്ടുണ്ട്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതേ പാഴ്സൽ അയച്ചിട്ട് വന്നിട്ടുണ്ട്.
ഇനിയിപ്പോ എന്താ നമ്മുടെ അടുത്ത പരിപാടി? നമുക്ക് പോയിട്ട് കപ്പയും നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് നമ്മള് ബീഫ് ആക്കണം അല്ലേ? ഞാനൊരു വീഡിയോ കണ്ടായിരുന്നേ, അതായത് ഈ ചുവന്ന മുളകും ചെറിയുള്ളിയും മാത്രം ഇട്ടിട്ടൊരു ബീഫ് കറി. അത് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചിട്ട് റിസ്ക് എടുക്കാൻ വയ്യ. 12 പൗണ്ട് കൊടുത്താണ്. അല്ല, നീ അതിനൊന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് നീ അത് ട്രൈ ചെയ്യേ. ഞാൻ കപ്പയും ബീഫും തിന്നാൻ കൊതിച്ചു പോയി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. അപ്പൊ നമ്മളിത് കറി വെക്കുന്ന കറിയല്ല, നമ്മുടെ വാട്ടുകപ്പ ബിരിയാണി വെക്കുന്ന പരിപാടിയിലോട്ട് പോകട്ടെ. സാധാരണ നമ്മള് കപ്പ ബിരിയാണി എന്നല്ല പറഞ്ഞത്, വാട്ടുകപ്പ ആയതുകൊണ്ട് വാട്ടുകപ്പ ബിരിയാണി വെക്കുവാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. എല്ലാം കൂടെ അരിഞ്ഞ് അത് ഞാൻ വാട്ടുകപ്പ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സാധാരണ കപ്പ വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തി. കപ്പ നമ്മള് വേവിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറച്ചിയും വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാന് ഉള്ളിയും എണ്ണയില് കുറച്ച് ജീരകം ഇട്ടു, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു, കറിവേപ്പിലയും കൂടി ഇട്ടിട്ട്. ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നുണ്ടോ ഫുള്ള് മേക്ക് ചെയ്യുന്നത്? ഇനി ആയിട്ട് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് വേണ്ട, എന്റെ പാചക രീതിയിൽ കാണട്ടെ. ഞാൻ മാത്രം അറിഞ്ഞാ പോരെ. അതെ, നമ്മുടെ ഫസ്റ്റത്തെ ഒരു കപ്പ ബിരിയാണി ഓർക്കുന്നുണ്ടോ? പക്ഷെ എന്റെ ടേസ്റ്റ് ഉണ്ട്. കപ്പ ബിരിയാണി ലാസ്റ്റ് ടൈം വെച്ച അടിപൊളിയായിരുന്നു. എനിക്കതൊന്നും ഓർമ്മയില്ല. എന്റെ സാധാരണ കറികളൊന്നും അങ്ങനെ മറക്കാൻ കഴിയുമോ? അങ്ങനെയല്ല, എന്റെ സാധാരണ കറികളെ സാധനങ്ങളൊന്നും കൊള്ളത്തില്ല. ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ ആക്കിയാൽ മാത്രമേ ഒരു മെനയാവത്തുള്ളൂ. പക്ഷെ ആ സ്പെഷ്യൽ ആക്കുന്ന സാധനം 2 തവണ ആവർത്തിച്ചാക്കി അതും കൊള്ളാവും. അങ്ങനെയാണ് എന്റെ ഒരു രീതി. ഓക്കെ, ഇത് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ കപ്പ, വാട്ടുകപ്പ, പിന്നെ കപ്പ ബിരിയാണി. കപ്പ ബിരിയാണി പക്ഷെ നമ്മള് പച്ചക്കപ്പ എല്ലാം കൂടെ ഉണ്ടായിരുന്ന പൊളിച്ചാണ്. പച്ചക്കപ്പ വെക്കുന്ന അത്ര ഒരു ടേസ്റ്റ് വന്നിട്ടില്ല അല്ലേ? ഇതെന്തിനാ ആമി ഇടയ്ക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാനാണ് ആമി അവിടെ വന്ന് നിക്കുന്നത്? ഡാൻസ് കളിക്കുന്നുണ്ട്. ആമി പോയി കഴിച്ചേ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ വീഡിയോ ആണ്. ഡേയ്സ് ഇൻ അവർ ലൈഫായി അല്ലേ? ഡേ ഇൻ അവർ ലൈഫ് മാറി ഡേയ്സ് ഇൻ അവർ ലൈഫായി, അത്രേ ഉള്ളൂ അല്ലേ? ഇന്നലെ വേറെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ ആക്ച്വലി ഫുഡ് ആയി കഴിഞ്ഞ് വേഗം കഴിച്ചു. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ ആക്ച്വലി ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇത്രയും നല്ല കപ്പ ഉള്ളപ്പോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളപ്പോ പിന്നെ എന്തിനാ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം? അങ്ങനെ ഇതേ അടുത്ത ദിവസം ഈവനിങ് ആയി കേട്ടോ. അതിപ്പോ ഞങ്ങൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ആയത് ഒരു വീക്കിലെ അല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സമയം കിട്ടുന്നില്ലാത്തോണ്ട് നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവാണ് നമ്മുടെ വീഡിയോ അല്ലേ? അല്ലേടി അമ്മി? സർപ്രൈസ് അതെന്ത് സാധനം? സർപ്രൈസ് ഉണ്ടെന്നാ പറഞ്ഞ മമ്മി പഞ്ഞോ എന്തൊക്കെയാടിയുള്ള? എനിക്ക് എന്തിനുണ്ടോ? അതിൽ കൊറേ ജ്വല്ലറിയുടെ സാധനങ്ങളാണ്. ഇത് ഞാൻ ആമിക്കുട്ടിക്ക് ഒരു ഉടുപ്പ് മേടിച്ചാണ്. തെമോന്നോ? യെസ്, തെമോന് ഉടുപ്പൊക്കെ കൊള്ളാവോ? അതിങ്ങനെ വീട്ടിലിടുന്നത് അങ്ങനത്തെ ചിലതൊക്കെ കൊള്ളാച്ചായ പിള്ളേരുടെ. എനിക്ക് ഷീനില് എനിക്ക് അന്ന് മേടിച്ചിട്ട് കൊള്ളൂലായിരുന്നേ, പക്ഷെ തെമൂന് കൊള്ളാം. ഇതാണ് ആമിയുടെ സർപ്രൈസ്. എന്താ? ഇതാണ് ആമിയുടെ സർപ്രൈസ്. ഡാഡി കാണിക്കുന്നില്ല, അമ്മ കാണിക്കുന്നില്ല. അമ്മ ഗസ് ചെയ്യമ്മേ എന്നാ അതിനകത്ത്? തലേ കുത്തുന്ന സാധനം കൂടെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കത്തില്ല. അതായിരിക്കില്ല എന്തായാലും. എനിക്കൊന്ന് തരുമോ? എനിക്ക് തരുമോ? അല്ലല്ല, എല്ലാവർക്കും ഓരോ ഡിഫറെന്റ് കളർ. ഞാൻ ഇതിനകത്ത് ഗസ് ചെയ്ത് കളറാണ്. പക്ഷെ ഓപ്പൺ ചെയ്യുന്നവർക്ക് നോക്കണം. ഒന്നിച്ച് ഓപ്പൺ ചെയ്യില്ല, വീഡിയോയിൽ കാണിച്ചിട്ട് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് 4 എണ്ണം ഉള്ളേ. ഓക്കെ ആമിയുടെ. ഓ എടി, ഇത് ബ്ലൂ അല്ല, ഇത് ഗ്ലിറ്റർ ഉള്ള അടി കാണിച്ചേ. അതാ റേർ സാധനം അത്. നോക്കട്ടെ ആമിക്ക് ഫസ്റ്റ് തന്നെ റേർ ആയിട്ടുള്ളത് കിട്ടി. കാണിച്ചെന്ന് വീഡിയോയിൽ കാണിക്കേ, ഞങ്ങക്ക് വേണ്ട. നീ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഡാഡിനെ കാണിച്ചേടി, ഇങ്ങോട്ട് കാണിക്കരുത്. ഗ്ലിറ്റർ ഉള്ളതാട്ടോ ആമിക്ക്. ഇത് പക്ഷെ ബ്ലൂ ആ, വേറെ ഓപ്പൺ ചെയ്യാണേ. ഗസ് ചെയ്യാൻ പറ്റും ഏതാന്ന്? പിങ്ക്. ഓ ഗ്രീന്. അതെന്താ പൊട്ടിപ്പോയ? ഇതിനകത്ത് ഇച്ചിരി ഗ്ലിറ്റർ കിടക്കുന്നുണ്ട്. പൊട്ടിട്ടുണ്ടോ? പണിയാവില്ല. ഇനി അമ്മയുടെ നോക്കട്ടെ. ഓ ഇത് എങ്ങനത്തെ ഗ്ലിറ്റർ ഉള്ള സാധനം? ഗ്രീനാ.
കിട്ടി ഇനി ആ അമ്മയുടെ കളർ അമ്മയുടെ കളർ ഏതാ ഗസ് ചെയ്തേ? അത് ഗ്രീൻ മമ്മി കിട്ടിയത്. ഇത് പോലെ നിന്റെ ബ്ലൂ ബ്ലൂ ആ ബ്ലൂ ആ. ഏതാ അമ്മയുടെ ഏതാ? യെല്ലോ യെല്ലോ കളറ്. വാ ഗോൾഡൻ മണ്ണാ കിട്ടിയത്. എനിക്ക് എന്ന് കിട്ടാം അവള് ഗോൾഡൻ അടിച്ചു പറ്റി. ഓക്കെ ഇപ്പൊ അടുത്ത ഡാഡി ഓപ്പൺ ചെയ്യട്ടെ. ആ അടുത്തത് എന്റെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഏതാ കളറ്? പിങ്ക്. ഓക്കെ ഞാനും പറയുന്നത് റോസ് കളർ ആണ്. ചിലപ്പോ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ലിറ്ററുള്ള വൈറ്റ് കളർ ആയിരിക്കും. പിങ്ക്. നീ പറഞ്ഞു പിങ്കാന്ന്, ഞാനും പറഞ്ഞു പിങ്കാന്ന്. വൈറ്റ് ആണ്. അല്ലല്ല പിങ്കാന്ന് ഞാൻ പറഞ്ഞ. വൈറ്റ് ആവാനും ഭാഗ്യമുള്ളത് കൊണ്ട് വൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് പിങ്കായി. എല്ലാം ഗ്ലിറ്റർ ആണ് കേട്ടോ കിട്ടിയത്. എല്ലാം ഗ്ലിറ്റർ ഉള്ളതാ കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഇത് എല്ലാം ഗ്ലിറ്റർ ഉള്ള മോഡലായത്. പക്ഷെ നല്ല ക്യൂട്ട് കിസ്ക്യൂസി. സത്യം പറഞ്ഞോണ്ടല്ലോ ചില യൂട്യൂബ് ചാനൽ ഇതിന്റെ മാത്രം ഉണ്ട്. രസമായി ഇതിങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഗസ് ചെയ്തിട്ട് ഓരോ കളർ കിട്ടുന്ന കാര്യമേ. അതിനകത്ത് വേറെ കളർ ഉണ്ടോ അമ്മി? അറിയില്ല. ഇതൊക്കെയാണ് നമുക്ക് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ കാണിച്ചാമി. എല്ലാം ഇവിടെ വെക്ക്. ഓക്കെ ഇവിടെ വെക്ക്. ഡാഡിയുടെ കൈ വെക്ക്. എന്നിട്ട് നിനക്ക് തരാല്ല. കണ്ട അതിന് കണ്ണുണ്ട്, കണ്ണും മൂക്കും. എല്ലാം ആമിക്ക് എടുത്തു. എല്ലാം ആമിയുടെ തന്നെ. ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ എടുത്തേ ഉള്ളൂ കേട്ടോ. അമ്മ ഞാൻ പറഞ്ഞേ കണ്ണും മൂക്കും കണ്ടോ? മറ്റൊരു ഉണ്ട്. ആമിക്കുട്ടിയുടെ ഉടുപ്പൊക്കെ നോക്കണം. ഫുഡ് കഴിച്ചതിന്റെ എല്ലാം ഉണ്ട് കേട്ടോ. ഉടുപ്പ് ഇത് നോക്ക്. മമ്മീന്റെ മാല. ഇങ്ങോട്ട് വെക്ക്. ഇതിനകത്ത് ഇനി ഉടുപ്പ് നോക്കണ്ടേ? ഇതിനകത്ത് വെക്ക്. ഇതിനകത്ത് വെക്ക്. ആമി ഇതാ ഉടുപ്പ്. നിന്റെ തന്നെ ആടിയല്ല. കെയർഫുൾ അവൾക്ക് ഉടുപ്പിനെ മൈൻഡ് ഇല്ലേ? അവൾക്ക് എക്സ്ക്യൂസ് കിട്ടി കഴിഞ്ഞപ്പോ ഇത് നോക്കിക്കേ. നീ അത് നോക്ക്. ഡാഡി അടച്ചോളാം. ഇത് നല്ല പിങ്ക്. ഇനി കിടക്കുമ്പോ ഇതിനെ കെട്ടിപ്പിടിച്ചേ കിടക്കുള്ളൂ. ഇനി കയ്യിലോ ഇതിനകത്ത് നിന്ന് ഗ്ലിറ്റർ കയ്യിലോട്ടാവുന്നുണ്ട്. ഇത് കണ്ടോ? രണ്ടെണ്ണം കയ്യിലായിട്ടുണ്ട്. ഇവിടെ വെക്കത് സൈഡിൽ വെക്കാം. ആമീന്റെ സിൽക്കാ. സിൽക്കല്ല, ഇത് ചൂടില്ലാത്ത മെറ്റീരിയലാ അകത്തുള്ള. അല്ല നല്ല രസമാണ്. കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പക്ഷെ ഇതിന്റെ സ്റ്റിച്ചൊക്കെ ഇളകുന്നുണ്ടടി. സ്റ്റിച്ചല്ല, നൂലല്ലേ? നൂല് ഇളകുന്നുണ്ട്. ആ ഇത് കറക്റ്റ് സൈസാ. എന്നാ ഒന്ന് ഇട്ട് നോക്കിയാലോ ആമി? സുന്ദരി ഉടുപ്പാടി. നിന്റെ ഫേവറേറ്റ് പിങ്ക്. ഇത് കണ്ടോ? നല്ല റോസ് പൂക്കളുണ്ട്. ഉടുപ്പ് ആമി ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം പിന്നെ ഒരു ദിവസം കാണാം അല്ലേ? ആമീനോട് മിന്നു പിണങ്ങി. ഇത് എന്റെ പിങ്കാ. ഗോൾഡ് ഞാൻ എടുത്തു. ഗോൾഡ് മമ്മിന്ന് എടുത്തു. എല്ലാം ആമി എടുത്തു. എല്ലാം ആമി എടുത്തോണ്ട് പോവാ അല്ലേ? ആമിക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. നമ്മളന്ന് മറ്റേ എന്താണ് ബലൂൺ ഫെസ്റ്റിവലിന് പോയപ്പോ മേടിച്ച ആ ഒരു ബിഗ് പൊട്ടിപ്പോയി. ആ ഒരെണ്ണം പൊട്ടിപ്പോയി. അതും പൊട്ടി. നമ്മള് രണ്ടും പൊട്ടി. സെർബിയെന്ന് മേടിച്ചതും പൊട്ടിപ്പോയി. ഇത് പക്ഷെ പെട്ടെന്ന് പൊട്ടിയും പോകും. ഇത് പൊട്ടുമ്പോ എന്താ പ്രശ്നം അറിയാമോ? അതിനകത്ത് ഗ്ലൂ അത് ഭയങ്കര ഡേഞ്ചറുവാ. ഗ്ലിറ്റർ മൊത്തം കാർപ്പറ്റിൽ അവിടെ വെയിലായതുകൊണ്ടാണ് അവിടെ കിടന്നത്. ഇവിടെ ഞാൻ ഇട്ട് അത് ആക്ച്വലി അത് അവിടെ ഇങ്ങനെ ഒരു ഗമ്മ ഇതാവുന്ന പോലെ ആയിരുന്നത്. ഉരുകിയോ? വെയിലത്ത് ഉരുകുക. ഇത് ഞാനും ആമയും കൂടെ ഓർഡർ ചെയ്തതാ. ആമി നോക്കി അല്ലേ ആമി? ഓഹോ അപ്പൊ എന്നെ കൂട്ടിയില്ല ഓർഡർ ചെയ്യാൻ? ഡാഡി ചെന്നില്ല? ഡാഡി വന്നില്ലേ? ഞങ്ങള് സ്ക്യൂസി ഒക്കെ കളിച്ചു കഴിഞ്ഞ് ഇപ്പൊ രാത്രിയായി അല്ലേ? ഡാഡി ഇവിടെ ഇത് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്കുവാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ കണക്കെടുക്കുവായിരുന്നു. എന്തിന്റെ നാളത്തെ കണക്ക് വീഡിയോ ചെയ്യുന്നതാണ്. കണക്ക് അപ്പൊ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഒരു വീഡിയോയിൽ തുടങ്ങിയതല്ല നമ്മള്. ആക്ച്വലി ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു. രാവിലെ എഴുന്നേക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നു, തിരിച്ചു വരുന്നു, ലഞ്ച് ആക്കുന്നു, പിന്നെ ടീ ടൈമിൽ കുറച്ചു നേരം സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ പ്ലാൻ ആയിരുന്നു. പ്രോപ്പർ ആയിട്ട് എടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ വീഡിയോ പക്ഷെ അത് എവിടെ വെച്ചോ പാളിപ്പോയി.
അപ്പം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാന്നുള്ള പ്രതീക്ഷയില്ല. അത് പ്രതീക്ഷയില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ തന്നെ ഉള്ള വീഡിയോ ആയിരിക്കും. അത് അടിപൊളി വീഡിയോ എന്ന് പ്രതീക്ഷിക്കരുത്. അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്രയുള്ള എനിക്ക് പറയാം. നിനക്കെന്തിനും പറയണ്ട. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്നാ പിന്നെ ശരി. അപ്പൊ ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് നോക്കുമ്പോ വീഡിയോ അവസാനിപ്പിച്ചിട്ടില്ല. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം അല്ലേ? അപ്പൊ നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാ അല്ലേ? യെസ്. അപ്പൊ ഓക്കെ, ബൈ.